സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലേക്ക്. സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് വിതരണക്കാർ. 2024 ജൂലൈ 1 മുതൽ 159 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഉപകരണങ്ങൾ തിരിച്ചെടുത്താൽ ഹൃദയ ചികിത്സ മുടങ്ങും. മനീഷ് മഹിവാൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, പലതവണ ഈ വിതരണക്കാരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ ഈ പണം ലഭിക്കുന്നില്ലെങ്കിൽ വിതരണം നിർത്തുമെന്നല്ല, ഈ ഉപകരണങ്ങൾ നൽകിയത് തിരിച്ചെടുക്കുമെന്ന ഏറ്റവും ഒടുക്കം പറഞ്ഞു വെച്ചു. പക്ഷേ ഇതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഇനി ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ ഇടപെടലുകൾ എവിടെ നിന്നെങ്കിലും നടക്കുന്നുണ്ടോ? ഗോകുൽ, ഇന്നലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥ് ചർച്ച നടത്തിയത്. നേരത്തെ തന്നെ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാർ അടിയന്തരമായി 100 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിരുന്നു. പക്ഷേ ഈ 100 കോടി അനുവദിച്ചെങ്കിലും അത് ഈ ചർച്ച നടത്തിയ ശേഷം അതിനു വേണ്ടിയിട്ട് ഈ വിതരണക്കാരുടെ പക്കലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. ഇന്നലെ നടത്തിയ ചർച്ചയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും 15 കോടി രൂപ അക്കൗണ്ടിലുണ്ട്. അത് നൽകാമെന്നുള്ള കാര്യം സർക്കാർ പ്രതിനിധി എന്ന രീതിയിൽ KV വിശ്വനാഥ് ഇന്നലെ അറിയിച്ചതെങ്കിലും അതിന് നിലവിൽ അത്തരത്തിൽ 10% നിലവിൽ തങ്ങൾക്ക് ലഭിക്കാനുള്ള 159 കോടി രൂപയാണ്. അങ്ങനെ 159 കോടിയുടെ 10% പോലും നിലവിൽ നൽകാത്ത സാഹചര്യത്തിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട. കാരണം ഇത് ഒരു വർഷത്തെ പൈസയുണ്ട്. കാരണം നിലവിൽ നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുടിശ്ശിക എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഇത്രയും കുടിശ്ശിക പെരുകിയിട്ടും ഈ രീതിയിൽ ചർച്ചയ്ക്ക് പോലും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് 34 കോടി രൂപയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അഭയം എന്ന രീതിയിൽ കാണുന്നതാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്ത് കാത്തുകിടക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ഈ ഹൃദയ ശസ്ത്രക്രിയ മാത്രമല്ല, ഹൃദയത്തിന് ഉള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സ പോലും നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് മാറും. കാരണം സെപ്റ്റംബർ 1 തന്നെ നിലവിലുള്ള വിതരണം നിർത്തിവെച്ചിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 1 വിതരണം നിർത്തിവെച്ച ശേഷം നിലവിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടി അവിടെ നിന്ന് പിൻവലിക്കും. കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള ഇത്തരത്തിലുള്ള അനുബന്ധ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാമൊക്കെ ചെയ്യുന്ന അനുബന്ധ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ഉപകരണങ്ങളും എടുത്തു മാറ്റിയാൽ വരുന്ന ദിവസം ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓപ്പറേഷന് വേണ്ടി, സർജറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഹൃദയ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. അത് ഗുരുതരമായ പ്രതിസന്ധിയാകും. സംസ്ഥാനത്ത് തന്നെ ഹൃദയ രോഗികൾക്ക് സംബന്ധിച്ച് അത് വലിയ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് മാറും. പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വേണ്ട വിധത്തിൽ ചർച്ച നടത്താനോ അത് അനുരഞ്ജനത്തിലേക്ക് കടക്കാനോ സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തുന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നത് നിയമസഭയിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഇന്ന്, അതായത് ഒക്ടോബർ 5 വരെയായിരുന്നു സമയം കൊടുത്തത്. സെപ്റ്റംബർ 1 താൽക്കാലികമായി ഇത് ഉപകരണങ്ങൾ കൊടുക്കുന്നത് നിർത്തിവെച്ച ശേഷം ഒക്ടോബർ 5 വരെ കുടിശ്ശിക തീർക്കാനുള്ള സമയം അനുവദിച്ചിരുന്നു. പക്ഷേ ഒക്ടോബർ 5 ഇന്നായിരിക്കും. ഇന്നലെ നടത്തിയ ചർച്ചയിലും 15 കോടി മാത്രം നൽകാമെന്നുള്ള നീണ്ടകാലമായി ഈ വിതരണക്കാർ ഇത്തരത്തിൽ തങ്ങൾക്ക് നൽകാനുള്ള പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന തരത്തിലൊരു മുന്നറിയിപ്പിലേക്ക് പോയത്. പക്ഷേ ചർച്ചകളെങ്കിലും ഫലം കാണുന്നില്ല. അടിയന്തര ഇടപെടൽ ഉണ്ടാകട്ടെ. ഹൃദയ ശസ്ത്രക്രിയകൾ ചികിത്സ മുടങ്ങാതിരിക്കട്ടെ. പാവങ്ങളുടെ ആശ്രയമാണ്. പലരും ശസ്ത്രക്രിയ കാത്ത് അല്ലെങ്കിൽ ചികിത്സ കാത്ത് കഴിയുകയാണ് ഡേറ്റ് വരെ നിശ്ചയിച്ച ശേഷം. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.